ഖുറൈശ് ഗോത്രത്തിലെ അസദ് കുടുംബത്തിന്റെ നേതാവ് ഖുവൈലിദിന്റെ മകൾ ഖദീജ ഖുറൈശികളിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന സ്ത്രീയായിരുന്നു. മക്കയിലെ അറിയപ്പെട്ടിരുന്ന കച്ചവടക്കാരനായിരുന്നു ഖുവൈലിദ്. പിതാവിന്റെ അനന്തരാവകാശം കിട്ടിയ ഖദീജ റളിയല്ലാഹു അൻഹ പിതാവിന്റെ മരണശേഷം കച്ചവടം തന്നെ തിരഞ്ഞെടുത്തു. അസാമാന്യമായ മനക്കരുത്തിന്റെ ഉടമയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ. ജാഹിലിയ കാലത്ത് തന്നെ അവർ മക്കയിൽ അറിയപ്പെട്ടത് ത്വാഹിറ എന്ന പേരിലാണ്, അഥവാ ശുദ്ധിയുള്ളവൾ എന്ന പേര്. ഖദീജത്തുൽ കുബറ, അമീറത്ത് ഖുറൈശ്, അമീറത്ത് മക്ക എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നു. ഖുവൈലിദിന്റെ ജീവിതകാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹയെ ആദ്യം വിവാഹം ചെയ്തത് അതീഖ് ബിനു ആയിദ് ആയിരുന്നു. അതിൽ ഹിന്ദ് എന്ന് പേരുള്ള ഒരു മകൻ ജനിച്ചു. ആദ്യ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ അവരെ അബൂഹാലത്ത് വിവാഹം ചെയ്തു. അതിൽ ഹിന്ദ്, ഹാല എന്നീ 2 സന്താനങ്ങൾ വേറെയും ജനിച്ചു. അദ്ദേഹവും മരണപ്പെട്ടതോടെ അവർ തീർത്തും വിധവയായി കഴിയുകയായിരുന്നു. പിന്നീട് പിതാവും മരണപ്പെട്ടു. ഈ മരണങ്ങളെല്ലാം വളരെയധികം വേദനിപ്പിക്കുകയും ഇനി വിവാഹം തന്നെ വേണ്ട എന്ന് വെക്കുകയുമായിരുന്നു അവർ. കച്ചവടത്തിൽ നിന്നും മാറി നിന്നു. ദുഃഖഭാരവുമായി ഏകാന്തയായി കഴിഞ്ഞിരുന്ന അവരെ പിതൃവ്യപുത്രൻ വറക്കത്ത് ബിൻ നൗഫലിന്റെ ഉപദേശം മാറ്റി ചിന്തിപ്പിച്ചു. അതോടെ കച്ചവടത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദുഃഖഭാരം കുറഞ്ഞു കിട്ടുകയും ചെയ്തു. പിതാവിൽ നിന്നും മുൻ ഭർത്താക്കന്മാരിൽ നിന്നും കിട്ടിയ അനന്തര സ്വത്തും കൈമുതലായി ഉണ്ടായിരുന്നു അവർക്ക്. ബുദ്ധിമതിയും സമ്പന്നയും കുലീനയുമായിരുന്ന അവരെ മക്കയിലെ പല ഗോത്രനായകന്മാരും വിവാഹം അന്വേഷിച്ചിരുന്നുവെങ്കിലും അവരത് നിരസിക്കുകയായിരുന്നു. അവരുടെയൊക്കെ കണ്ണ് മഹദിയുടെ സമ്പത്തിലായിരുന്നു. വിഷയത്തിൽ നിന്നും അല്പം വ്യതിചലിക്കുകയാണ്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ജീവിച്ച അന്നത്തെ മക്കയുടെ കാലഘട്ടം വിശദീകരിക്കേണ്ടതുണ്ട്. സമൂഹം മൊത്തത്തിൽ അജ്ഞതയിൽ ഇരുൾമുറ്റിയ കാലം. സമൂഹത്തിലെ ബലവാന്മാർ ദുർബലരെ ചൂഷണം ചെയ്യുന്നു. ജനങ്ങൾക്കിടയിൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവുന്നു. കൊള്ളയും പിടിച്ചുപറിയും നിർബാധം തുടരുന്നു. മാനത്തിനും അഭിമാനത്തിനും സമൂഹത്തിൽ വിലയില്ലാതായിക്കൊണ്ടിരിക്കുന്നു. നിസാര പ്രശ്നങ്ങളുടെ പേരിൽ ഗോത്രങ്ങൾ വാളെടുക്കുകയും അത് കൊല്ലങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധമായി പരിണമിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഭാഗമായി പരസ്പരം രക്തം ചിന്തുന്നു. ഗോത്രങ്ങൾ തമ്മിൽ അന്യോന്യം തലകൊയ്യുന്നു. സ്വത്തിന്റെയും സ്വന്തം ഗോത്രത്തിന്റെയും അഭിമാന സംരക്ഷണത്തിനു വേണ്ടി എത്ര തന്നെ അന്യരെ വേദനിപ്പിക്കാനും ചോരയൊഴുക്കി കൊല നടത്താനും അവർ മടിച്ചില്ല. മനുഷ്യരെ അടിമകളാക്കുകയും അടിമകൾ സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുകയും ചെയ്തു. യജമാനന്മാർ അവരോട് മൃഗീയമായി പെരുമാറി. എല്ലുമുറിയെ പണിയെടുപ്പിക്കുകയും അർഹിക്കുന്ന വേതനം നൽകാതിരിക്കുകയും ചെയ്തു. പലിശയും കൊള്ളക്കൊടുക്കലുകളും സമൂഹത്തെ അങ്ങേയറ്റം ഗ്രസിച്ചിരുന്നു. അനാഥന്റെ മുതൽ തട്ടിപ്പറിക്കുന്നതിലും അത് ഭക്ഷിക്കുന്നതിലും അവരൊരു പാപവും കണ്ടിരുന്നില്ല. സമൂഹത്തിൽ വ്യഭിചാരവും അവിഹിത വേഴ്ചയും സർവത്രികമായിരുന്നു. മദ്യവും ചൂതുകളിയും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. സമൂഹത്തിൽ കവികളും കവിതകളും കവിയരങ്ങുകളും ഒക്കെ സജീവമായിരുന്നു. ഇമ്രുൽ ഖൈസ്, ത്വാറഫ, ലബീദ്, അന്തറ തുടങ്ങിയ ജാഹിലിയ കാല കവികളൊക്കെയും കവിതകളിൽ കൂടുതലായി വർണ്ണിച്ചിരുന്നത് മദ്യത്തെക്കുറിച്ചും അതിന്റെ സുഖാസ്വാദനങ്ങളെ കുറിച്ചുമൊക്കെയായിരുന്നു. ഈ കവിതകൾ കഅബാലയത്തിൽ കെട്ടിത്തൂക്കിയിരുന്നു. സമൂഹത്തിൽ ഈ കവികളുടെ സ്വാധീനം വളരെ ഉയർന്നതുമായിരുന്നു. ഉക്കാള് ചന്ത കവിയരങ്ങിന്റെ പ്രധാന ആകർഷണ കേന്ദ്രമായിരുന്നു. പിതാവിന്റെയോ ഭർത്താവിന്റെയോ മറ്റാരുടെയോ അനന്തരാവകാശത്തിന് സ്ത്രീക്ക് ഒരർഹതയുമില്ല. എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങൾക്കും പീഡനങ്ങൾക്കും സ്ത്രീകൾ വിധേയരാവുന്നു. ഒരാണിന് എത്ര പെണ്ണിന് വേണമെങ്കിലും വിവാഹം കഴിച്ച് പെണ്ണിന്റെ ജീവിതം നരകതുല്യമാക്കാം. മുച്ചഅ അഥവാ താത്കാലിക ആവശ്യത്തിനു വേണ്ടി വിവാഹം ചെയ്യുകയും ആവശ്യം കഴിഞ്ഞാൽ മൊഴി ചൊല്ലുകയും ചെയ്യുന്ന രീതി വിവാഹങ്ങളും അവിടെ സാർവത്രികമായിരുന്നു. മുത്തഅ വിവാഹത്തിന് പുറമെ 6ഓളം തരത്തിലുള്ള മറ്റു പല വിവാഹ രീതികളും ഉണ്ടായിരുന്നു. ഈ വിവാഹങ്ങളുടെ എല്ലാം ഫലമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുന്നതും സ്ത്രീ തന്നെയായിരുന്നു. സമൂഹത്തിൽ സ്ത്രീക്ക് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അങ്ങാടികളിൽ അവരെ കച്ചവടത്തിന് വെക്കുക കൂടി ചെയ്തു. കവികളുടെ കവിതകളിൽ വളരെ മോശമായിട്ടും ആഭാസകരമായിട്ടും സ്ത്രീകൾ വർണ്ണിക്കപ്പെട്ടു. പെൺകുട്ടി ജനിക്കുന്നത് അപമാനമായി കരുതപ്പെടുകയും ജനിച്ച പെൺകുട്ടിയുടെ പിതാവ് അപമാനഭാരം സഹിച്ച് സമൂഹത്തിൽ തലകുനിച്ച് നടക്കുകയും അവസാനം അപമാനഭാരം സഹിക്കാൻ കഴിയാതെ ആ പിതാവ് സ്വന്തം കൈകൊണ്ട് തന്റെ ചോരക്കുഞ്ഞിനെ കുഴിച്ചു മൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരിൽ ഒരാൾക്ക് പെൺകുട്ടി ജനിച്ചതായി സുവാർത്ത ലഭിച്ചാൽ കഠിന ദുഃഖം കടിച്ചിറക്കി അവന്റെ മുഖം കറുത്തുപോകുന്നു. തനിക്ക് ലഭിച്ച സന്ദേശത്തിന്റെ ഹീനതയാൽ അവൻ ജനത്തിൽ നിന്ന് ഒളിച്ചു നടക്കുന്നു.
അപമാനിതനായിക്കൊണ്ട് പുത്രിയെ വളർത്തേണമോ അതല്ല അവളെ മണ്ണിൽ കുഴിച്ചു മൂടിയാലോ എന്നവൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. നോക്കുക, എത്ര ദുഷിച്ച വിധയാണവർ അള്ളാഹുവിന്റെ കാര്യത്തിൽ എടുക്കുന്നത്. സൂറത്ത് അന്നഹിലിലെ 58-59 വചനമാണ്. നജ്ജാഷി രാജാവിനോട് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ജാഹിലിയ ജീവിതത്തെ കുറിച്ച് മൊത്തത്തിൽ വിവരിക്കുന്ന പ്രസംഗത്തിൽ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതിപ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലയോ രാജാവേ, ഞങ്ങൾ അജ്ഞതയിൽ ആണ്ടിറങ്ങിയ ജനതയായിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, ശവങ്ങൾ ഭക്ഷിക്കുന്ന, അധർമ്മങ്ങളിൽ മുഴുകിയ, അയൽപക്ക ബന്ധം മറന്നുപോയ, കുടുംബ ബന്ധം മുറിച്ചു മാറ്റുകയും ചെയ്ത സമൂഹം. ശക്തൻ ദുർബലനെ കൊല ചെയ്യുന്ന ഒരു ജനതയായി ഞങ്ങൾ ജീവിച്ചു. അങ്ങനെയിരിക്കെ ഞങ്ങളിലേക്ക് ഞങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഒരു സന്ദേശവാഹകനെ ദൈവം തമ്പുരാൻ അയച്ചു തന്നു. അദ്ദേഹത്തിന്റെ കുടുംബം പൈതൃകം ഞങ്ങൾക്കറിയാം. വിശ്വസ്തതയും സുതാര്യതയും വിശുദ്ധിയും ഞങ്ങൾക്ക് സുപരിചിതമാണ്. അള്ളാഹുവിനെ ആരാധിക്കാനും അവന്റെ ഏകത്വത്തെ സാക്ഷ്യപ്പെടുത്താനും ആ പ്രവാചകൻ തങ്ങളെ ക്ഷണിച്ചു. തങ്ങളും പിതാക്കളും ബിംബങ്ങളുടെയും കല്ലുകളുടെയും രൂപത്തിൽ ആരാധിക്കുന്നത് ത്യജിക്കാൻ ആവശ്യപ്പെട്ടു. സത്യമേ പറയാവൂ എന്ന് കൽപ്പിച്ചു. വിശ്വസ്തത നിറവേറ്റാനും കുടുംബത്തിന്റെ പവിത്രതയും അയൽബന്ധത്തിന്റെ ഊഷ്മളതയും അദ്ദേഹം പഠിപ്പിച്ചു. രക്തച്ചൊരിച്ചലിൽ നിന്നും നെറികേടുകളിൽ നിന്നും മാറി നിൽക്കാൻ ഞങ്ങളോട് ആഹ്വാനം ചെയ്തു. അനാഥരുടെ ഭക്ഷണം ഭുജിക്കുന്നത് ഞങ്ങൾക്ക് വിലക്കി. കള്ളസത്യവും വിശുദ്ധകൾക്കെതിരെ വ്യഭിചാരാരോപണവും പാടില്ലെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഏകനായ അള്ളാഹുവിനെ മാത്രം വഴിപ്പെടാനും അവനിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുതെന്നും അദ്ദേഹം കൽപ്പിച്ചു. നിസ്കാരവും നോമ്പും സക്കാത്തും ഞങ്ങൾക്ക് ആരാധനയായി നിശ്ചയിച്ചു തന്നു. ഞങ്ങൾ ആ പ്രവാചകനെ സത്യപ്പെടുത്തുകയും അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹം കൊണ്ടുവന്നതൊക്കെയും പിൻപറ്റുകയും ചെയ്തു. ഞങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടതൊക്കെയും ഞങ്ങൾ അനുവദനീയമാക്കി, നിഷിദ്ധമാക്കപ്പെട്ടതൊക്കെയും ഞങ്ങൾ നിഷിദ്ധവുമാക്കി. അതിനാൽ തന്നെ ഞങ്ങളുടെ സമൂഹം ഞങ്ങളോട് ശത്രുത പുലർത്തി കഠിനമായി ശിക്ഷിക്കുകയും അപായപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങളെ ആ പഴയ വിഗ്രഹാരാധനയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. മക്കയുടെ സാമൂഹിക പാശ്ചാത്തലം ഈ പ്രസംഗത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ജനതയെ എല്ലാവിധ തിന്മയിൽ നിന്നും സംസ്കരിച്ചെടുക്കാനാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകനെ തിരഞ്ഞെടുത്തയച്ചത്. തന്റെ 23 വർഷത്തെ മക്കയിലും മദീനയിലുമായുള്ള ജീവിതത്തിലൂടെ ആ സമൂഹത്തെ നേരായ ദിശയിലേക്ക് നയിക്കുകയും ആ കാലഘട്ടത്തെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സമൂഹം ജീവിച്ച കാലഘട്ടമായി പരിവർത്തിക്കപ്പെടുകയും ചെയ്തു ആ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. തന്റെ കച്ചവടക്കാരുമായി അയൽ പ്രദേശങ്ങളിലേക്ക് പോയി കച്ചവടം ചെയ്യാൻ കച്ചവട പരിചയമുള്ള വിശ്വസ്തരായ ആണുങ്ങളെ തേടുന്ന കാലമാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹു. ആ വാർത്ത മക്കയിലാകെ പരസ്യപ്പെട്ടു. ആ വാർത്ത മക്കയിലെ അൽ അമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിയിലുമെത്തി. കച്ചവട സംഘത്തെ നയിക്കാൻ ഒരു പുരുഷനെ ഏൽപ്പിക്കാറായിരുന്നു മഹദിയുടെ പതിവ്. അബൂതാലിബിന്റെ സംരക്ഷണത്തിൽ അബൂതാലിബിന്റെ മക്കളോടൊപ്പം അബൂതാലിബിന്റെ വീട്ടിൽ തന്നെയാണ് അനാഥനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും താമസം. അബൂതാലിബാണെങ്കിൽ സ്വന്തം മക്കളെ തന്നെ പോറ്റി വളർത്താനും ജീവിതത്തിന്റെ നാലറ്റവും കൂട്ടിമുട്ടിക്കാനും പാടുപെടുന്ന കാലവും. എന്നിട്ടും അനാഥനായ സഹോദര പുത്രന് ഒരു വിഷമവും പറ്റാതെ നോക്കാൻ വെമ്പൽ കൊണ്ടിരുന്നു ആ മഹാമനസ്. ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന് സ്വന്തം മക്കളെക്കാൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നാര മോനുമായി. കച്ചവട പ്രമാണി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കച്ചവടം നടത്താൻ ആളുകളെ തേടുന്നുണ്ടെന്ന കാര്യം അബൂതാലിബിനെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു. അബൂതാലിബ് വീട്ടിലെ കഷ്ടപ്പാടുകൾ ഓർത്തു. ഷാമിലേക്കാണെങ്കിൽ മക്കയിൽ നിന്നും 1500 കിലോമീറ്ററിലധികമുണ്ട് വഴിദൂരം. ഒരുപാട് ദിവസത്തെ യാത്രയും. മക്കയിലെ കുലീനയും ഉന്നത സ്വഭാവക്കാരിയുമായ ആ ത്വാഹിറയെ നല്ലവണ്ണം അറിയാമായിരുന്ന അബൂതാലിബ് കച്ചവട സംഘത്തോടൊപ്പം പോകാൻ തിരുമേനിക്ക് അനുമതി നൽകി. സത്യസന്ധതയും വിശ്വസ്തതയും കൈമുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ കൂടുതലായി ലാഭവിഹിതം ഖദീജ റളിയല്ലാഹു അൻഹ തരാൻ സാധ്യതയുണ്ടെന്നും അബൂതാലിബ് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. മുമ്പ് അബൂതാലിബിനോടൊപ്പം കച്ചവടത്തിന് പോയ അനുഭവവും പരിചയവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടായിരുന്നു. സത്യസന്ധതയുള്ളവരെ കിട്ടാത്തതിനാൽ വിഷമിച്ച സമയത്താണ് തമാശയ്ക്ക് പോലും കളവ് പറയാത്ത മക്കക്കാർ അൽ അമീൻ അഥവാ വിശ്വസ്തൻ, അസ്വാദിഖ്, സത്യസന്ധൻ എന്നൊക്കെ വിളിക്കുന്ന മുഹമ്മദിനെ പറ്റി ബീവിയും കേൾക്കുന്നത്. ആ ചെറുപ്പക്കാരനെ തന്റെ വർത്തക സംഘത്തിൽ കൂട്ടി കച്ചവടം ഇനിയും മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന് അവർ ചിന്തിച്ചു. വിഷയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സംസാരിക്കുകയും ഇരട്ടി ലാഭം തന്നെ തരാമെന്ന ഓഫർ വെക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്തു. സാധാരണയായി കച്ചവട സംഘത്തിന്റെ കൂടെ ബീവിയുടെ വേലക്കാരൻ മൈസറയും കൂട്ടരും ഉണ്ടാകും.
കച്ചവട സംഘത്തിലെ ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയാൽ ഉടനെ ആ വിവരം മൈസറ ഖദീജ ബീവിയെ അറിയിക്കും.